ടെക്നോളജീസ്. എല്ലാവിധത്തിലുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സോളാർ, വാട്ടർ ഹീറ്റർ, ലൈറ്റിംഗ്സ്, ഇൻവെർട്ടർ, ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു. സ്പെക് ടെക്നോളജീസ്. നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന ഒരു സംഭവമാണ് കോർപ്പറേഷൻ എടുത്ത ഈ ശ്മശാനം അടച്ചിടാനുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പ്രക്ഷോഭങ്ങള് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം സത്യാഗ്രഹ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധ്യനായ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബുവേട്ടനാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായ സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് മുഖ്യ ഭാഷണം നടത്തുന്ന മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ഈറോഡ് രാജേട്ടനാണ്. അയ്യപ്പ സേവാ സമാജം ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഈ സമരത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിൽ തന്നെയുള്ള ദാമോദരേട്ടനും സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ സമരം നയിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശശി കമ്മട്ടേരി സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ താലൂക്ക് ഭാരവാഹികൾ പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് ജില്ലാ അധ്യക്ഷൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ശശി കമ്മട്ടേരി, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ ഷൈനു, ജില്ലാ സെക്രട്ടറി പ്രദീപ് മക്കള്, കോഴിക്കോട് താലൂക്ക് പ്രസിഡന്റ് ശ്രീ സുധൈൻ മാളിക, കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി വിനോദ കരുവശ്ശേരി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ സുനിൽകുമാർ പുത്തൂർനടം, ജില്ലാ സെക്രട്ടറി ശ്രീ പ്രേമാനന്ദൻ കരുവശ്ശേരി, MC ഷാജി, ദിവാകരേട്ടൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, യുവതി സംരക്ഷണ വേദിയുടെ മുഖ്യ സംഘാടകനായ സുബീഷ് ഇല്ലത്തി, പ്രിയപ്പെട്ടവരെ, അധികം സംസാരിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഹിന്ദു ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തറ്റ സംഘാടകനും പോരാട്ട വീര്യത്തിൻ്റെ കരുത്തറ്റ ശബ്ദവുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിനെ ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശശി കമ്മട്ടേരി, ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദി വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ എന്ന് കോർപ്പറേഷൻ അധികാരികൾ, വിശേഷിച്ച് മേയർ പഠിക്കാൻ ശ്രമിച്ചാൽ ബോധ്യപ്പെടും. അദ്ദേഹത്തിന് അറിവുള്ളതാണ്. അതുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ
സമരം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഹിന്ദു ഐക്യവേദി എന്ന സംഘടനയ്ക്കുണ്ട് എന്നതിന് സംശയം വേണ്ട. ഹിന്ദുവിന്റെ ശവശരീരം അടക്കം ചെയ്യാനുള്ള ഭൂമിയെ അത് പണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. കോടികൾ തരാമെന്ന്, കോടികൾ തന്ന് ഇത് മാറ്റണമെന്നാണ്. ഈ ചൂള മാറ്റാൻ വേണ്ടി കോടികൾ കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ ചുറ്റുപാടുമുണ്ട്. കെട്ടിട ഉടമകള്. ആ കോടികൾ ആര് വാങ്ങും? ആ കോടികൾ വാങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നർത്ഥം. പ്രകാരം വാങ്ങിയതിന്റെ കണക്കുകൾ ഓരോ ദിവസവും സ്വർണം വിറ്റും കഞ്ചാവ് വിറ്റും മയക്കുമരുന്ന് വിറ്റും ഉണ്ടാക്കിയ കാശിനെ കുറിച്ചുള്ള കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന സമയത്ത് എന്ത് വിറ്റും പണമുണ്ടാക്കാവുന്ന ചിന്തയുള്ള രാഷ്ട്രീയ കക്ഷികള് ഹിന്ദുവിന്റെ ശ്മശാനം വിറ്റും കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നതെന്നൊരു സംശയമില്ല. ഒരു തലമുറയെ മുഴുവനും നശിപ്പിക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും വിൽക്കാൻ അവർ തയ്യാറാണ്. ഒരു രാഷ്ട്രത്തെ മുഴുവനും നശിപ്പിക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ തയ്യാറാകുന്ന അധികാരി വർഗം കേരളം ഭരിക്കുമ്പോൾ ഹിന്ദുവിന്റെ ശ്മശാനം വിൽക്കാനോ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോഴിക്കോട് അവരുടെ ആഗ്രഹം നടക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. മാറാടുണ്ടായിരുന്ന ഏകപക്ഷീയമായ കൊലപാതകത്തിന് ശേഷം നടന്ന സമരത്തിന്റെ ചരിത്രം മേയർ പരിശോധിക്കണം, സെക്രട്ടറി പഠിക്കാൻ ശ്രമിക്കണം. അവസാന നിമിഷം വരെ സമരം ചെയ്യാൻ വീര്യമുണ്ടായിരുന്ന ആളുകൾ ഹിന്ദു സംഘടനകൾ പറഞ്ഞ വരയിൽ നിൽക്കാൻ അധികാരി വർഗത്തെ പ്രാപ്തമാക്കി, അല്ലെങ്കിൽ അവരത് നിർബന്ധിതമായിരിക്കുമ്പോൾ സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ദീർഘിപ്പിക്കുന്നില്ല, സമുദ്രം സ്വാഗതിക്കുക. സംസാരിക്കേണ്ടതുണ്ട്, അത് കേൾക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇതിനു ശേഷം തുടർന്നു വരുന്ന സമര പ്രഖ്യാപനം നടത്താൻ ഏതെല്ലാം രീതിയിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് എന്ന് ശൈലേട്ടൻ പ്രഖ്യാപിക്കും. അതുകൂടി നമുക്ക് കേൾക്കണം. കേട്ടിട്ട് ആ സമരത്തിന് സമയം കൊടുത്തും മനസ്സ് കൊടുത്തും സർവസ്വവും കൊടുത്തും ആ സമരം വിജയിപ്പിക്കാൻ വേണ്ടി നാം തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തോട് ഈ 5 ദിവസം സഹകരിച്ച എല്ലാ സാമുദായിക സംഘടനകള്, ഹിന്ദു ഐക്യവേദി, മഹിളാ ഐക്യവേദി പ്രവർത്തകര്, ഈ നാട്ടിലെ നല്ലവരായിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.